നമുക്ക് നീലഗിരി വരെ പോയാലോ? എന്തിനാന്നല്ലേ അവസാനം പറയാട്ടോ. അങ്ങനെ വയനാട്ടിൽ നിന്ന് നേരെ താളൂര് വഴിക്കാട്ടോ ഞങ്ങൾ നീലഗിരിക്ക് പോകുന്നത്. നമ്മൾ താളൂര് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അങ്ങോട്ട് കിടക്കുമ്പോൾ തന്നെ അവിടുത്തെ ഓട്ടോറിക്ഷകളാണ് കേട്ടോ അവിടുത്തെ ഹൈലൈറ്റ്. കുറെ കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ നീലഗിരി പള്ളി കാണാൻ പറ്റും ട്ടോ. രാവിലെ കാണുന്നത് പോലെ അല്ല കേട്ടോ രാത്രി കാണാൻ, അത് വേറൊരു മൂഡ് തന്നെയാണ് കേട്ടോ. ലാസ്റ്റ് വീഡിയോയിൽ അത് കാണിക്കുന്നുണ്ട്, കാണാൻ മറക്കല്ലേ. പിന്നെ ഞങ്ങൾ സുൽത്താൻ ബത്തേരിക്കാർക്ക് അഹങ്കരിക്കാവുന്ന ചെറിയൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെത്താം, അതുപോലെ തന്നെ കർണാടകയിലേക്കും പോവാം. ഈ മഴയുള്ള സമയത്ത് നീലഗിരിക്ക് ഒരു ട്രിപ്പ് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി തന്നെയാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയെല്ലാം പെയ്ത് നല്ല പച്ചപ്പും എന്താ പറയുക പ്രത്യേക ഒരു ഭംഗി തന്നെയുണ്ട് കേട്ടോ അവിടെ കാണാൻ. ഇതിലെ പോകുമ്പോൾ കൂടുതലും കാണുന്നത് തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് തേയില ഫാക്ടറികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ പാടികളും അവിടുത്തെ ചെറിയ ചെറിയ അമ്പലങ്ങളും വളരെ ഭംഗിയാട്ടോ കാണാൻ. അങ്ങനെ ഞങ്ങളൊരു വ്യൂ പോയിന്റിൽ പോയിട്ടോ. അവിടെ നിന്ന് ഞങ്ങൾക്ക് കാട്ടാടിനെല്ലാം കാണാൻ പറ്റിയായിരുന്നു. അങ്ങനെ അതിലെ ചുമ്മാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാട്ടോ നമ്മുടെ ആനവണ്ടീന്റെ എൻട്രി. ആനവണ്ടീന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർമ്മ വന്നേ. ഞങ്ങൾ നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഈ വഴിയാട്ടോ പോവാറ്. വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ വഴി നിലമ്പൂരും കൂടി കണക്ട് ആവുന്നുണ്ട്. അങ്ങനെ ആനയും കടുവയും ഒരുപാട് മൃഗങ്ങളൊക്കെ ഉള്ള വഴി കൂടെ ഞങ്ങൾ എങ്ങോട്ടേക്കാ പോകുന്നത് അറിയോ? ഒരു ചായ കുടിക്കാൻ വേണ്ടി പോവുക. അവിടെ എത്തുമ്പോൾ ഒരു 5 മണിയൊക്കെ കാണും കേട്ടോ. പിന്നെ അവിടുന്ന് ചായയും ഉഴുന്നവടേനൊപ്പം കിട്ടിയ ചമ്മന്തി അത് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ, മുളക് ചമ്മന്തി. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ കയറിയ ഷോപ്പിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു തേയില ഫാക്ടറി ഉണ്ടായിരുന്നു കേട്ടോ. അവിടേക്ക് കയറാൻ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പോകാനൊന്നും പറ്റിയില്ലായിരുന്നു. വേറെ ഫാക്ടറിയിൽ കയറാനുള്ള സമയമില്ലായിരുന്നു. അപ്പോഴേക്കും തന്നെ ഇരുടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നീലഗിരി പള്ളി രാത്രി കാണാൻ നല്ല രസമാണ്. രാത്രി ഞങ്ങൾ വരുന്ന സമയത്ത് പള്ളിയിലെല്ലാം കയറി പ്രാർത്ഥിച്ച് അങ്ങനെയാട്ടോ വരുന്നേ. ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടെ കൂടാൻ അഭിപ്രായങ്ങൾ പറയാനൊന്നും മറക്കല്ലേ.